എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ വയനാട് മാനന്തവാടിയുള്ളൊരു വാട്ടർ പ്രൂഫിംഗ് സൈറ്റാണ്. അപ്പോൾ ഇതാണ് റൂഫിൻ്റെ നിലവിലത്തെ കണ്ടീഷൻ ഉള്ളത്. നമ്മളത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ 6 ലെയർ വാട്ടർ പ്രൂഫിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റൂഫിൻ്റെ കണ്ടീഷൻ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. കുറേ സ്ഥലത്ത് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറേ വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് വാട്ടർ പ്രൂഫിങ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ ആദ്യം തന്നെ ഈ റൂഫ് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യും. ഇപ്പം തന്നെ ഇതിൽ കുറേ ചവിട്ടിയ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും ചവിട്ടിയ അടയാളങ്ങളാണ്. പിന്നെ ഇത് ഇത്ര ഏരിയയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലീക്കേജിനൊരു മെയിൻ റീസണായി വരുന്നത്. ഒരുപാട് സമയം വെള്ളം കെട്ടി നിന്നാലും ലീക്കേജസ് വരും. പിന്നെ പൈപ്പിലൂടെ ഒന്നും പ്രോപ്പറായി വെള്ളം പുറത്തോട്ട് പോകണില്ല. നമ്മൾ വാട്ടർ വാഷ് ചെയ്യുന്നതിന് ശേഷം ഈ റൂഫ് കംപ്ലീറ്റ്ലി നമ്മൾ ക്രാക്കെല്ലാം ഫില്ല് ചെയ്യും. ക്രാക്ക് ഫില്ലേഴ്സും അതേമാതിരി നമ്മുടെ അടുത്തുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്രാക്ക് ഫില്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഹോൾസ് ഇട്ട് കൊടുക്കാറുണ്ട്, അതൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു പാരപ്പറ്റൊക്കെ ഒരു 80 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, ഇതേപോലെ 80 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യും. കാരണം ഈ റൂഫിൻ്റെ മേലിൽ നിന്ന് വീഴുന്ന വെള്ളം കുത്തിത്തെറിച്ച് ചുമരെടുക്കാണ്ടിരിക്കാനാണ് ഇതേമാതിരിക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലോപ്പ് കുറേ ഏരിയയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഏത് വാട്ടർ പ്രൂഫിലും വെള്ളം ഒരിടത്ത് പെർമനൻ്റ്ലി കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയിപ്പോവും. അതേപോലെ തന്നെ ഈ റൂഫിന് കുറേ ഏരിയാസിൽ വെള്ളം നല്ലോണം കെട്ടിയിരിക്കുന്നുണ്ട്. സ്ലോപ്പില്ലായിട്ടൊക്കെയാണ് അതിൻ്റെ റീസൺ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ ക്രാക്സും ഒന്നും കൂടിയും ഫില്ല് ചെയ്യും. അതേമാതിരിക്ക് വല്ല ഡസ്റ്റോ കാര്യങ്ങളും പിന്നെയും റൂഫിന് മേലെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ ഒരു റൗണ്ടും കൂടി നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും. ഇത് മെയിൻ റൂഫ് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പാരപ്പറ്റൊക്കെ നമുക്ക് അടിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ റൂഫ് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റർ ചെയ്യണം. കാരണം ഈ റൂഫിൽ പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, ഒരു പരിധി കൂടുതൽ. അപ്പോൾ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്, വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പരിക്കൻ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലോട്ടൊരു ബോണ്ടിങ് ഏജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഗ്രൗട്ടിലോട്ടും നമ്മൾ ഈ ബോണ്ടിങ് ഏജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് സ്ട്രോങ് കൂടാനും അതേമാതിരി തന്നെ ഇത് എയർ എടുത്ത് പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കെമിക്കൽസ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇത് ഒരു ചാക്ക് സിമെൻറ്റിലോട്ട് 1 ലിറ്റർ ബോണ്ടിങ് ഏജൻറ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്ലോപ്പ് കറക്റ്റ് ആവണം. അതായത് വെള്ളം യാതൊരു വിധത്തിലും കെട്ടി നിൽക്കാൻ പാടില്ല. അടിയിൽ മെയിൻ സ്ലാബിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിതിൻ്റെ മേലെ തേക്കേണ്ട ഒരവസ്ഥ വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫിനിഷ് ഒരു സ്മൂത്ത് ഫിനിഷ് ആവണം, ഒരിക്കലും റഫ് ഫിനിഷാക്കി പ്ലാസ്റ്റർ ചെയ്യരുത്. നമ്മളിത് പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഫൈബർ ഗ്ലാസ് മെഷ് എന്ന് പറഞ്ഞൊരു മെഷ് കംപ്ലീറ്റ്ലി വിരിക്കും. അതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഒരു കെമിക്കൽ, 4ാമത്തെ ലെയറായ കെമിക്കൽ ഒന്നുകൂടി നമ്മൾ അടിച്ചു തുടങ്ങും. ഈ ഫൈബർ ഗ്ലാസ് മെഷ് ത്രൂ ഔട്ട് ഈ റൂഫിൻ്റെ മുകളിലൂടെ എല്ലായിടത്തും ഈ ഫൈബർ ഗ്ലാസ് മെഷ് വെച്ച് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ 4ാമത്തെ ലെയർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ മെഷ് വിരിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ നമ്മളെ പ്ലാസ്റ്ററിങ്ങിന് ഒരു പ്രൊട്ടക്ഷനും കൂടിയാവും. കാരണം ക്രാക്കും കാര്യങ്ങളൊന്നും അധികം വരില്ല. അപ്പോൾ ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈബർ ഗ്ലാസ് മെഷ് കംപ്ലീറ്റ്ലി റൂഫിൻ്റെ മേലെ വിരിക്കുന്നത്. പിന്നെ ഇതൊരു പ്രൊട്ടക്ഷൻ ലെയറാണ്, വാട്ടർ പ്രൂഫിനുള്ള പ്രൊട്ടക്ഷൻ ലെയറും കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ 5ഉം 6ഉം ലെയർ അടിക്കാൻ പോകുന്നത്. ഇത് ഈ ബിൽഡിങ്ങിൽ ത്രൂ ഔട്ട് നമ്മൾ ഈ ഫൈബർ ഗ്ലാസ് മെഷ് വെച്ചിട്ടാണ് കെമിക്കൽ 4ാമത്തെ ലെയർ അടിക്കുന്നത്. ഇതിപ്പോൾ റൂഫ് കംപ്ലീറ്റ്ലി നമ്മൾ ഫൈബർ ഗ്ലാസ് മെഷ് വിരിച്ചിട്ട് 4ാമത്തെ ലെയർ കെമിക്കൽ അടിച്ച്, അതേപോലെ തന്നെ പാരപ്പറ്റ് എല്ലാം നമ്മൾ ഈ വെള്ളം കുത്തി തെറിച്ച് ചുമര് ഉള്ളിലോട്ട് വലിക്കുന്ന ഏരിയാസിലൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ
സ്ലോപ്പ് എല്ലാം കറക്റ്റാക്കിയിട്ട് യാതൊരു വിധത്തിലും വെള്ളം ഇതിൻ്റെ മേലെ കെട്ടി നിൽക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ പ്ലാസ്റ്ററും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ എവിടെ ഇനി വെള്ളം കെട്ടി നിൽക്കില്ല. ഇതിപ്പോൾ നമ്മൾ 5ാമത്തെ ലെയർ വാട്ടർ പ്രൂഫിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ഉം 6ഉം ഈ സെയിം മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. PU എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ പേര് വരുന്നത്. ഇതൊരു UV റെസിസ്റ്റൻ്റ് മെറ്റീരിയലും കൂടിയാണ്. അതുകൊണ്ട് വീടിൻ്റെ അകത്ത് ചൂട് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ മെറ്റീരിയലിന് മേലെ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളെ സ്ലാബിലോട്ട് തന്നെ ഇളകി ഒലിച്ച് വരുന്നതാണ്. ഒരു ചേമ്പിൻ്റെ ഇലയിൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതേമാതിരി തെറിച്ച് നേരെ ഡ്രെയിൻ ഔട്ടായി പോകും. അതേമാതിരി നമ്മൾ എക്സ്ട്രാ ഹോൾസൊക്കെ ഈ റൂഫിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 3 ഹോളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അറൗണ്ട് ഒരു 13 ഹോള് നമ്മളെല്ലാ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ റൂഫിൽ സ്ലോപ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ്ലിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഈ റൂഫിൻ്റെ മേലെ വെള്ളം കെട്ടി നിന്നിട്ട് ഇനി ലീക്കേജസ് സംഭവിക്കില്ല. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ടർ പ്രൂഫ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അതിലോട്ട് തിരിഞ്ഞു നോക്കാണ്ട് നിൽക്കരുത്. അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കൂടുമെങ്കിലും ഈ റൂഫ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് കമ്പൽസറി ആണ്. അതായത് ജസ്റ്റ് ഒരു കാർ വാഷോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാർ വാഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അത് ഈ പായലും അതേമാതിരി കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. പിന്നെ നമ്മളെ കമ്പനീൻ്റെ സൈഡിൽ നിന്ന് ഇയർലി മെയിൻ്റെനൻസ് ഉണ്ടാവുന്നതാണ്. അതായത് ഈ വിരിച്ച മെഷീനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇയർലി ഒരു മെയിൻ്റെനൻസ് നമ്മളെ കമ്പനീൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. നമ്മൾ വീടിൻ്റെ റൂഫ് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് 5 ലെയർ വാട്ടർ പ്രൂഫിങ്ങും ഒന്ന് 6 ലെയർ വാട്ടർ പ്രൂഫിങ്ങും. ഈ 5 ലെയർ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് നമ്മളെ സ്ലോപ്പ് പ്രൂഫിൻ്റെ മേലെയാണ്. അതേമാതിരി 6 ലെയർ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ഫ്ലാറ്റ് റൂഫിൻ്റെ മേലാണ് നമ്മൾ ഈ 6 ലെയർ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ടോയ്ലറ്റ്, പിന്നെ സ്വിമ്മിംഗ് പൂൾസ്, വാട്ടർ ടാങ്ക്സ്, പിന്നെ വീടിൻ്റെ തറ എല്ലാം നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാം വാറൻറ്റിയോട് കൂടെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാറൻറ്റി കാർഡും പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഓൾ കേരള നമ്മളെ സർവീസസ് അവൈലബിൾ ആണ്. പിന്നെ കേരളത്തിൻ്റെ പുറത്തും നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കമ്പനീൻ്റെ പേര് DRF വാട്ടർ പ്രൂഫിംഗ് ആണ്. കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് കമ്പനിയാണ്. അറൗണ്ട് 10 years ആയിട്ട് നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ എല്ലാവിധ വർക്കുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. അതിൽ വിളിക്കുകയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്ന മെത്തേഡ്, നമ്മുടെ സർവീസസ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മെൻഷൻ ചെയ്തു തരാം.